ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ വിനീതമായി സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് ഒന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ 26-ാം അധ്യായമാണ്. ദേവാലയം നിർമ്മിച്ചു കഴിയുമ്പോൾ അവിടെയുള്ള ക്രമീകരണങ്ങളെക്കുറിച്ച് ദാവീദ് പറയുന്നതാണല്ലോ, അദ്ദേഹം ചെയ്ത ക്രമീകരണങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ വായിച്ചു വരുന്നത്. ഇന്നിവിടെ പറയുന്നത് ലേവ്യ ശുശ്രൂഷക്കാരെ പോലെ തന്നെ വാതിൽ കാവൽക്കാരെ കുറിച്ചാണ്. ഇതിനു മുൻപ് ലേവ്യ ഗോത്രത്തിൽ നിന്ന് വാതിൽ കാവൽക്കാരായി ഏകദേശം 4000 പേരോളം ദാവീദ് സെലക്ട് ചെയ്ത് നമുക്കറിയാം. അതിവിപുലമായ വലിയ ഒരു ദേവാലയമാണത്. അതിന് അനേക വാതിലുകളുണ്ട്. ആ വാതിലുകളിലൂടെ അശുദ്ധരും അയോഗ്യരുമായവരെ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. ആയതുപോലെ തന്നെ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും വിലപിടിപ്പുള്ളതായ അനേകം കാര്യങ്ങൾ ഈ ദേവാലയത്തിൽ നിർമ്മിച്ചു വച്ചിട്ടുണ്ട്. അതൊന്നും മോഷണം പോവാതെ, ശത്രു അതിൽ പ്രവേശിക്കാതെ അതിനെ കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമാണ് വാതിൽ കാവൽക്കാർക്കുള്ളത്. നമുക്കും പുതിയ നിയമവുമായി നമ്മൾ ചിന്തിക്കുമ്പോഴും ഈ വാതിൽ കാവൽ നമുക്ക് ആവശ്യമാണ്. ഏതെന്ന പർദീസായിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കുമ്പോൾ അവന് 2 ഉത്തരവാദിത്വം കൊടുത്തിരുന്നു. 1 തോട്ടം സൂക്ഷിക്കണം, 2 തോട്ടത്തിൽ വേല ചെയ്യണം. അവൻ തോട്ടത്തിൽ വേല ചെയ്തിട്ടുണ്ടാവും. എന്നാൽ തോട്ടത്തിൽ ശത്രു പ്രവേശിക്കാതെ അതിനെ സൂക്ഷിക്കുവാൻ ആദത്തിനോ ഹാവയ്ക്കോ സാധിച്ചില്ല. ആ ശത്രുവിൻ്റെ പ്രലോഭനങ്ങൾക്ക് അവർ വിധേയമാവുകയാണ് ചെയ്തത്. പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കൊരിന്ത്യർ 3:16 നമ്മുടെ ശരീരം ദൈവം വസിക്കുന്ന മന്ദിരമാണ്. ആ മന്ദിരത്തെ വിശുദ്ധമായും ആരോഗ്യമായും കാത്തു സൂക്ഷിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. പൈശാചിക പ്രലോഭനങ്ങളെയും പ്രകോപനങ്ങളെയും ഒക്കെ അതിജീവിക്കാനുള്ള ശക്തി, എങ്ങനെ അതിനെ അതിജീവിക്കണം, അത് നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാതെ എങ്ങനെ അതിനെ കാത്തു സൂക്ഷിക്കണമെന്നൊക്കെ കർത്താവ് ഭംഗിയായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് അതിനുള്ള ബോധ്യം നമുക്ക് നൽകിയിട്ടുമുണ്ട്. എന്നാൽ ശത്രുവിനെ പ്രവേശിക്കുവാൻ തക്കവണ്ണം നമ്മുടെ വാതിലുകൾ നമ്മൾ തുറന്നിട്ടിരിക്കുകയല്ലേ എന്ന് ഓർക്കേണ്ടതാണ്. സന്ധ്യാപ്രാർത്ഥന പ്രകാരം ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, ഞങ്ങളുടെ അവയവങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകൾക്ക് നീ കാവൽക്കാരെ നിയമിക്കണമേ. ഞങ്ങളുടെ അവയവങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകൾക്ക് നീ കാവൽക്കാരെ നിയമിക്കണമേ എന്ന് പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിലെ ഇപ്രകാരം നമ്മൾ പാടാറുണ്ട്. ദൈവസേനയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചവർ പാടി, എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥ, എന്നെ നിനക്ക് വിശുദ്ധമായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. ആത്മശരീര മനസ്സുകളാം എന്നുടെ തിരുമുൽ കാഴ്ചകളെ തദസുധാശ്വാസപ്രദനെ അൻപൊടു കൈക്കൊണ്ടിടണമേ. ഒളിവായി നോക്കിയിടാതെൻ്റെ കണ്ണുകളെ നീ കാക്കണമേ. വഞ്ചന കേൾക്കാതടിയൻ്റെ കാതുകളെയും കാക്കണമേ. എന്നതരങ്ങൾക്കെന്നും നീ കാവലതായും നിൽക്കണമേ. എന്നുള്ളിൽ ദോഷം ചെയ്യുവാൻ ഉള്ള വിചാരമുദിക്കരുതേ. നമ്മുടെ അവയവങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകൾക്കൊക്കെ കാവൽക്കാരെ നിയമിക്കണമേ. അതിലൂടെ ശത്രു പ്രവേശിക്കുവാൻ ഇടയാകല്ലേ. കണ്ണ്, നാവ്, ചിന്ത, ഹൃദയം എല്ലാം പിതാക്കന്മാർ എത്ര ഭംഗിയായിട്ടാണ് പാടി പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്രകാരം പുതിയ നിയമമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ ശരീരമാണ് ദേവാലയം. അതിലൂടെ ശത്രു പ്രവേശിക്കാതെ നമ്മെ തന്നെ കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് ഇടയായിട്ട് നമുക്ക് തീരേണ്ടതാണ്. ഇനി അതിൻ്റെ 4-5 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഓബേദ് ഏദോമിന് പ്രത്യേകമായ സ്ഥാനം നൽകുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഈ ഓബേദ് ഏദോമിനെ കുറിച്ച് മുമ്പ് നമ്മൾ കേട്ടതാണല്ലോ. യഹോവയുടെ പേടകം
ഫെലിസ്ത്യ ദേശത്തിൽ നിന്ന് കൊണ്ടുവന്നു. ഫെലിസ്ത്യർ അതിൽ പിടിച്ചുകൊണ്ടുപോയി. എന്നാൽ അവർക്കവിടെ ബാധയുണ്ടായി. യഹോവയുടെ പേടകം അയോഗ്യമായി, അവർക്ക് അതിനൊക്കെ സൂക്ഷിക്കാനുള്ള അവകാശമില്ലല്ലോ. അവരത് ഭയപ്പെട്ടിട്ട് ഇസ്രായേലിലേക്ക് അതിൻ്റെ അതിരിങ്കൽ കൊണ്ട് വെച്ചിട്ട് പോയി. ദാവീദ് അതിനുശേഷം ആ പേടകം താൻ രാജാവായതിനു ശേഷം യെരൂശലേമിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി പോവുകയും അതൊരു വണ്ടിയിൽ കയറ്റി അതിൻ്റെ കാളുകൾ അതിൻ്റെ കാലിടറി കൊണ്ട് ഊസ എന്ന് പറയുന്ന ആൾ അതേ കയറി സ്പർശിക്കുകയും അദ്ദേഹം മരിക്കുകയും ചെയ്തെന്നും, അതിനുശേഷം യെരൂശലേമിലേക്ക് കൊണ്ടുവരുവാൻ ദാവീദ് ഭയപ്പെട്ടിട്ട് അത് ഓബേദ്-ഏദോമിൻ്റെ ആ ഭവനത്തിൽ അവിടെ വെച്ചുവെന്നും അദ്ദേഹം 3 മാസം അവിടെ ഇത് ഇരുന്നുവെന്നും അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ടതിനു മുമ്പ് നമ്മൾ വായിച്ചതാണ്. ഓബേദ്-ഏദോം ഭയം കൂടാതെ യഹോവയുടെ പേടകത്തെ കാത്തു സൂക്ഷിച്ച വ്യക്തിയാണ്. അവിടെ ശത്രു പ്രവേശിക്കാതെ ആ പേടകത്തിന് 3 മാസം അദ്ദേഹം സംരക്ഷണം നൽകി അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിലൂടെ പ്രത്യേകം ഈ എഴുത്തുകാരൻ എടുത്തു പറയുന്നതെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഓബേദ്-ഏദോമിനോട് പ്രത്യേകമായ സ്ഥാനം വാതിൽക്കാവലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അതിനു മുമ്പ് ഈ പേടകം സംരക്ഷിച്ച വ്യക്തിയാണ് എന്നുള്ളതായിരിക്കാം അതിന് കാരണം. 18-ാം വാക്യത്തിൽ കാവൽക്കാരെ നിയമിക്കുമ്പോൾ പർബാർ എന്നൊരു വാക്കോടെ കാണുന്നുണ്ട്. ഈ പർബാർ എന്ന് പറയുന്നത് പേർഷ്യൻ പദമാണെന്ന് വേദപണ്ഡിതന്മാർ പറയുന്നതിൻ്റെ അർത്ഥം കൽത്തൂൺ തണമെന്നും അല്ലെങ്കിൽ രാജസദസ്സെന്നുമാണ് അർത്ഥം. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകം കാവൽക്കാരെ അവിടെ ഏൽപ്പിക്കുകയാണ്. 20 മുതൽ 28 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദേവാലയ ഭണ്ഡാരത്തിനും വിശുദ്ധ വസ്തുക്കളുടെ ഭണ്ഡാരത്തിനും മേൽവിചാരകന്മാരെ നിയമിക്കുന്ന കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അതിൽ ആ ഭണ്ഡാരത്തിൻ്റെ ഒരു കാവൽക്കാരനായിട്ട് മോശയുടെ മകനായിരുന്ന ഗർഷോമിൻ്റെ പുത്രൻ ഷെബൂവേൽ ഭണ്ഡാരത്തിൻ്റെ കാവൽക്കാരനായിരുന്നു എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. മോശയുടെ ഒരു മകനെ അതിനുവേണ്ടി ചുമതലപ്പെടുത്തി. മോശ ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കളും അത്രമാത്രം വിശ്വസ്തനായതുകൊണ്ടാണല്ലോ ഭണ്ഡാരത്തിൻ്റെ കാവൽക്കാരനായി അദ്ദേഹത്തെ അവിടെ ചുമതലപ്പെടുത്തുന്നത്. ദൈവസന്നിധിയിൽ നമ്മൾ വിശ്വസ്തയോടെ ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെതായ ഉത്തരവാദിത്വം നമ്മെ പരമേൽപ്പിക്കുന്ന കാര്യം നമ്മൾ മറന്നു പോകാതിരിക്കുക. 29 മുതൽ 32 വാക്യങ്ങൾ ദൈവാലയ ശുശ്രൂഷയ്ക്ക് പുറമേയുള്ള ശുശ്രൂഷകളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ന്യായാധിപന്മാരൊക്കെ ന്യായപ്രമാണം അനുസരിച്ചാണ്, അതിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. പ്രവാസത്തിന് ശേഷം മടങ്ങി വന്നുള്ള സിവിൽ ഭരണത്തിൻ്റെ ചുമതലകളൊക്കെ അവർക്കായിരുന്നു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ എന്നിട്ട് അവസാനം ഈ ക്രമീകരണമെല്ലാം തന്നെ ദാവീദാണ് ചെയ്തതെന്ന് എഴുത്തുകാരനെ പ്രത്യേകം എടുത്ത് പറയുകയാണ്. അപ്പോൾ ഈ അധ്യായം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളും ദേവാലയത്തിൻ്റെ സഭയുടെ ഒക്കെ വാതിൽ കാവൽക്കാരാണ്. ശത്രുവാകുന്ന പിശാച് സഭയിൽ പ്രവേശിക്കാതെ തന്നെ കാത്തു സൂക്ഷിക്കണം. അതിന് നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തപ്പെട്ടവരാണ്. തോട്ടത്തിൽ വേല ചെയ്യണം, അതെ, സഭയിൽ പ്രവർത്തിക്കുവാനും അതിനെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ള ബോധ്യത്തോടെ നമ്മുടെ ഹൃദയമാകുന്ന മന്ദിരത്തിലേക്കും ശത്രു പ്രവേശിക്കാതെ നമ്മെ തന്നെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ശ്രമിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.